ഈ കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനുള്ളിൽ അത് പിന്മാറിയാൽ അത് റദ്ദാവും, അത് ഇൻവാലിഡ് ആവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്തോ കത്ത് ക്യാപ്റ്റൻ അബേൻസ് കത്തയച്ചല്ലോ, അപ്പോൾ ഇൻവാലിഡ് ആയി എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. എം സ്വരാജ് മാർത്തത്തിൽ പറഞ്ഞു, സബ്ജക്ട് കറക്ഷൻ, എം സ്വരാജ് അങ്ങനെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അത് എവിടെ നിന്ന് അവർ കിട്ടിയെന്ന് അറിയില്ല. MOU എവിടെ വായിച്ചു നോക്കിയാലും ആ 30 ദിവസത്തെ കണക്ക് എവിടെയും ഇല്ല. ഒരു 30 ദിവസത്തെ കണക്കുണ്ട്. അതെന്താണ്? കേന്ദ്രത്തിനാണ് പിന്മാറാൻ ടെർമിനേഷൻ ഒക്കെ ഉള്ള പൂർണ്ണമായ അവകാശം. 30 ദിവസത്തെ നോട്ടീസ് അതത് സംസ്ഥാനങ്ങൾക്ക് നൽകി തീരുമാനിക്കാം എന്നത് മാത്രമാണ്. പോട്ടെ, MOUയിൽ അങ്ങനെ തന്നെയാണ്. MOUയിൽ നിന്ന് ഒരു സംസ്ഥാനങ്ങളുടെ ഏകപക്ഷീയ പിന്മാറ്റം നടക്കില്ല. നേരത്തെ SK സതീഷ് പറഞ്ഞ പോലെ ചിലപ്പോൾ എന്താണ് നാട്ടുഭാഷയിൽ പറഞ്ഞ ചത്തപോലെ അടക്കാനോ അല്ലെങ്കിൽ നിസ്സഹകരണമോ ഒക്കെ അതിൽ നടക്കൂ. യഥാർത്ഥത്തിൽ ഈ ഗതികേടൊക്കെ രാഷ്ട്രീയ ഗതികേടായി മാറേണ്ട കാര്യമുണ്ടോ? ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതിന് MOU ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ CR? അല്ല, ഞാൻ തുടങ്ങി വെച്ച കാര്യം അത്ര കേട്ടു എന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞത് പരമാബദ്ധം. കേരളം പൊതുവിദ്യാഭ്യാസത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് BJPക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ പഠിക്കുന്നൊന്നുമല്ല. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ചവരും എൻ്റെ മക്കളും ഒക്കെ പഠിച്ചത് അതിൽ തന്നെയാണ്. ഒരു തർക്കമില്ല. ഇവിടെ നല്ല പൊതുവിദ്യാഭ്യാസം തന്നെയാണ്. അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റാം. പക്ഷേ അത് പറഞ്ഞു തരേണ്ടത് BJP രാജസ്ഥാനിൽ നിന്നോ ഇതൊന്നുമില്ല. ഇവിടെ പല സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഒരു സംസ്ഥാനം വിട്ടുപോയില്ലോ, കാശ്മീർ. തമിഴ്നാട് എന്നൊരു സംസ്ഥാനം ഉണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത്. തമിഴ്നാട് എത്ര കൃത്യമായി, ഇപ്പം മാത്രമൊന്നുമല്ല, അത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ നീറ്റിൻ്റെ വിഷയം വന്നപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വേണി ഞങ്ങൾ നടത്തിക്കോളാം, നിങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ തമിഴ്നാടിൻ്റെ അത്ര ഒരു രാഷ്ട്രീയ ദാർഢ്യം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായില്ല. ഈ ഗവൺമെൻറ് അത് ഉണ്ടാവണം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത തെറ്റ് ഇനി പറയേണ്ട കാര്യമില്ല, അത് പോട്ടെ. എങ്ങനെ ഈ ഗവൺമെൻറ് അത് ഉണ്ടാവണം? കാരണം ഈ കഴിഞ്ഞ ഗവൺമെൻറ് തെറ്റ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കിയെന്നേ. അവരെ സമ്മതിക്കില്ലെങ്കിലും അവരിപ്പോഴും തോറ്റും സമ്മതിക്കില്ല. പക്ഷേ അവർ തോറ്റത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അന്ന് അതിനെ എതിർത്ത ആളുകൾ ഇപ്പോൾ എതിർക്കുമ്പോൾ പറയണം. അതുകൊണ്ട് തന്നെ NEP കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറപ്പായി തന്നെ പറയണം. ഒരു കാരണവശാലും NEP നടപ്പാക്കില്ല. PM ശ്രീ പദ്ധതി എന്ത് ചെയ്യണമെന്ന് ഇടതുപക്ഷത്തിനും പറയില്ല. പിന്മാറണം, മരവിപ്പിക്കണം, അതൊന്നും ഇടതുപക്ഷം പറയുന്ന ആംഗിളിൽ നിന്ന് ഒരു അർത്ഥമില്ല. അവർ പെട്ടുപോയതാണ്. അവർ എന്തെങ്കിലും കാരണം കൊണ്ടാവും. അദ്ദേഹം സജീഷ് അടക്കമുള്ള ആളുകൾ പഴയ കാലത്ത് ഫണ്ട് കിട്ടിയില്ല. ആ ഫണ്ട് കിട്ടാത്ത ഈ ഗവൺമെൻറ്റിനോടും ഉണ്ടാവാം. അത് പറഞ്ഞ് ഈ ഗവൺമെൻറ് ഒപ്പിടാൻ പറ്റുമോ? അതുമല്ല വിഷയം. വിഷയം എന്താ? ഈ ഗവൺമെൻറ് അതിൻ്റെ രാഷ്ട്രീയം കാണിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഗവൺമെൻറ്റിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞ ഫണ്ട് ഒപ്പിട്ടില്ല, കഴിഞ്ഞത് അവർ BJP ഡീലാണെന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഡീലിൽ ഇവർ പോകാൻ പാടില്ല. ഇവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നോക്കണം. തീർച്ചയായും ഞാൻ പറയുന്നു, നിയമത്തിൻ്റെ വഴി വേണമെങ്കിൽ കോടതി പോകണം. ഫണ്ട് തരില്ല എന്നുണ്ടെങ്കിൽ കോടതി പോകണം. അല്ല, കോടതി പോയി ഫണ്ട് മേടിച്ച് എടുത്തോണ്ട് താങ്കൾ തമിഴ്നാട് ഇതേ ഫണ്ട് SSK ഫണ്ട് തമിഴ്നാട് മേടിച്ചു, കേരളത്തിൽ മേടിക്കാൻ പറ്റിയില്ല. കേരളത്തിലപ്പോൾ പോയി ഒപ്പിട്ടു. ഇനിയിപ്പോൾ സജീഷ് പറയണം ഞങ്ങൾ മരവിപ്പിക്കുള്ള ക്ലോസ് ഒന്നും അതിലില്ല. അത് ഞാൻ ഉറപ്പായി പറയാം. ഞാനത് വായിച്ചതാണ്. അതിൽ മരവിപ്പിക്കലോ മറ്റേ എടുത്ത് മടക്കി കൂട്ടി വെക്കലോ ഒന്നുമില്ല. ഞങ്ങൾ കത്തയച്ചു, വാസുകി കത്തയച്ചു. വാസുകിയുടെ കത്തിന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനുള്ള പേപ്പറിൻ്റെ വില പോലും ഇല്ല, നമുക്ക് മനസ്സിലാവും. പക്ഷേ പ്രശ്നം അതല്ല, ഞങ്ങൾ സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുത്തില്ല. സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുക്കാതിരിക്കലല്ല, കേരളത്തിന് സ്കൂളിൻ്റെ വികസനത്തിനുള്ള ഫണ്ട് വേണം. അത് ഏതെങ്കിലും മോഡിയുടെയോ അല്ലെങ്കിൽ RSSൻ്റെയോ ഓഫീസിൽ നിന്ന് തരുന്ന ഫണ്ടല്ല. ഇന്ത്യ ഗവൺമെൻറ് നികുതി പിരിച്ച കാശിൻ്റെ ഫണ്ടാണ് ചോദിക്കണേ. അത് തരാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതാ കോടതി പോയി പറയണ്ടേ. സ്കൂൾ നവീകരണത്തിലുള്ള ഫണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട്. പക്ഷേ NEP എന്ന് പറയുന്ന അതല്ല. NEP എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അന്ത്യ കൂതാശ കൊടുക്കാനുള്ള ബൈബിളാണത്. ആ ബൈബിൾ വാക്യാണത്. എന്താ നിങ്ങൾ ഇതിന് അന്ത്യകൂതാശ കൊടുക്കുകയാണ് പൊതുവിദ്യാഭ്യാസം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണ്ട. അതുകൊണ്ട് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ ചുമതല അവരെ ഏറ്റെടുക്കാൻ പറ്റില്ല. LDFന് ഇതിൽ ഒരു ലോക്കൽ സ്റ്റാൻഡില്ല പറയാൻ. ഇപ്പോൾ പറയാം, സ്വരാജൊക്കെ പറയുന്നത് എന്ത് പറയുന്നത് എനിക്കറിയില്ല. അതൊന്നുമല്ല. ഞാനിപ്പോൾ LDFൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് UDFൻ്റെ കാര്യം. ഇപ്പോൾ അവരാ ഭരണത്തിലുള്ളവരോട് നമുക്ക് പറയാൻ പറ്റും. പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ത് പറയാൻ? ഭരണത്തിലുള്ളവർ ഇപ്പോൾ അവരന്ന് പറഞ്ഞില്ലയോ എന്നൊന്നും വിഷയമല്ല. NEP കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റില്ല. PM ശ്രീ പദ്ധതി NEPയുടെ കണ്ടീഷനിലാണെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ ബാക്കി ശ്രമങ്ങൾ പോരുത്. സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുക്കാതിരിക്കില്ല. സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുക്കണം, കേരളം കൊടുക്കണം. സ്കൂളിൻ്റെ ലിസ്റ്റ് കാശിങ് താടോ എന്ന് പറയണം. എന്നിട്ട് പറയും ഞങ്ങൾ വേറെ പണിയില്ല. സ്കൂൾ നവീകരിക്കാനുള്ള കാശ് മേടിക്കാമല്ലോ, എന്താ കുഴപ്പം? ഇവിടെ PTA ഫണ്ട് വെച്ചല്ലേ പല സ്കൂൾ നവീകരിക്കണേ. ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള പല ഫണ്ടുകളും ഉപയോഗിച്ചിട്ടില്ലേ. നാട്ടുകാരെ നല്ല മനുഷ്യരെ സഹായിച്ച സ്കൂളുകളില്ലേ. ഈ പറഞ്ഞ ഇദ്ദേഹം പറയുന്ന ഈ കമ്പ്യൂട്ടറും സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ കേരളത്തിൽ എത്ര സർക്കാർ സ്കൂളിലുണ്ടെന്ന് ഇവരൊന്ന് പോയി പരിശോധിക്കട്ടെ. ഉണ്ടല്ലോ. അപ്പോൾ അതുണ്ടാക്കാൻ പറ്റും. കേരളത്തിൻ്റെ ഫണ്ട് ഒരു പൈസ പോലും നിഷേധിച്ചാൽ അത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. അതിന് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ മാന്യത അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ദാർഢ്യമാണ് നമ്മൾ UDF സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയമില്ല.
അതിന് എങ്ങനെ ചെയ്യാൻ കഴിയും? നിയമപരമായി ചെയ്യാൻ കഴിയുമോ? കോടതിയിൽ പോയാൽ കഴിയുമോ? രാഷ്ട്രീയമായി കഴിയും? ഞാൻ പറയുന്നത് ഇതിന് LDF UDF യോജിച്ച് നിന്ന് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണ് എൻ്റെ വാദം. കാരണം വേറൊന്നുമല്ല, ഇത് LDFൻ്റെ UDFൻ്റെ ഒരു വിഷയമല്ല. ഇവർ തമ്മിൽ തർക്കിച്ച് ഇതുകൊണ്ട് തീരില്ല. ഇത് നടപ്പായി കഴിഞ്ഞാൽ നാളെ LDF വന്നാലും UDF വന്നാലും ഒരു എന്താ പറയുക, ഞാൻ കാവ്യവൽക്കരണം പോലും പറയില്ല, സംഘീവൽക്കരണത്തിൻ്റെ അജണ്ട കേരളത്തിൽ ഭാഗ്യ വളർത്താനുള്ള ആ നയത്തിനെതിരെ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കണമെന്നാണ് എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.